ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞളുള്ള സ്ഥലവും അത് ഇനി പറിച്ചെടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിത് പറിച്ചതും അത് വേവിച്ച് ഉണക്കുന്നതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരാളെ കൂട്ടിയിട്ട് പറിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇങ്ങനെ പറിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമ്മളത് ക്ലീൻ ആക്കുക, ആ മണ്ണൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ മൂത്ത ഭാഗം വേറെ, പിന്നെ മഞ്ഞളിൻ്റെ കഷ്ണങ്ങൾ വേറെ, അങ്ങനെ വേറെ വയ്ക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറിച്ച് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഓരോ അങ്ങനെ കളച്ച ഭാഗങ്ങൾ കാണില്ലേ, അതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇവിടെ അങ്ങനെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നാക്കി എടുക്കുക പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടേ, നല്ല ആ മണ്ണിൽ നിന്ന് ഇത്രയും ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇനി ഇതും നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെയും ക്ലീൻ ആക്കി എടുക്കുക ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഭാഗത്തായിട്ടില്ല, പല ഭാഗങ്ങളിലായിട്ടാണ് ഇങ്ങനെ മഞ്ഞൾ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പറിച്ച് ഇടുന്നുണ്ട്. അതിങ്ങനെ ഇപ്പോൾ പെറുക്കി കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ ആ വേരുള്ള ഭാഗമൊക്കെ വേറെ വയ്ക്കും, മഞ്ഞൾ മാത്രം വേറെ വയ്ക്കും കേട്ടോ. ഇതാണ്ടോ, നമുക്ക് അങ്ങനെ എല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇവിടെ കൊടുന്ന് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകുക കേട്ടോ ചെയ്യുക. ഒരു 2-3 പ്രാവശ്യം നമ്മളിത് കഴുകിയെടുക്കും. പിന്നെ നമ്മൾ കഴുകിയെടുത്ത ശേഷം അത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ നമുക്കത് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കില്ല. എന്നിട്ട് നമ്മൾ ഇത് എല്ലാം ക്ലീനാക്കി എടുത്ത ശേഷം നമുക്ക് ഇനി നന്നാക്കാൻ കേട്ടോ. നമ്മൾ കുറച്ച് അടുപ്പത്ത് വെക്കാതെ വേണ്ട, അത് നന്നാക്കിയത് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വയ്ക്കുകയാണ്. നമ്മൾ വേറൊരു അടുപ്പ് വെച്ചിട്ടാണ്, ഇത് വലിയൊരു പാത്രമാണ്. അപ്പോൾ ആ പാത്രം നമ്മൾ നേരത്തെ ഇന്നലെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു അടുപ്പ്. അപ്പോൾ ആ അടുപ്പത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് മഞ്ഞളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വെള്ളം ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ അതുവരെ വഴിക്ക് വെള്ളം ഉണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നെങ്കിൽ നമ്മൾ ഈ വൈക്കോൽ കൊണ്ട് ഇങ്ങനെ മൂടി വയ്ക്കുക കേട്ടോ ചെയ്യുക. നല്ല മൂടി വെച്ചിട്ട് ആവി പുറത്തേക്ക് പോകാത്ത തരത്തിൽ ഇങ്ങനെ മൂടി വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആവി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ഇതിൻ്റെ വേവ് നല്ലോണം കേട്ടോ. ഒരു 2-2.5 മണിക്കൂർ വേവ് ഉണ്ട് കേട്ടോ ഈ ഒരു മഞ്ഞളിന്. അപ്പോൾ അങ്ങനെ ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് അതിൻ്റെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു അടുപ്പത്ത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇന്നലെ കാണിച്ച ഒരു അടുപ്പാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ അമ്മ ഉണ്ടാക്കിയ അടുപ്പാണ് കേട്ടത്. അപ്പോൾ അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് വേറെ പാത്രമായിട്ട്. വൈക്കോലാണ് കേട്ടോ. ഇവിടെ വൈക്കോൽ ഇങ്ങനെ മുകളിൽ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു കനത്തിന് വേണ്ടിയിട്ട്, നല്ല പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നെല്ലിൻ്റെ വേവാന്ന് പറഞ്ഞിട്ട് മഞ്ഞളിന് ഉണ്ട് എന്നാണ് പറയാറുള്ളത്. നെല്ലും അത്രയ്ക്ക് വേവുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ മഞ്ഞൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് എടുത്ത് കാണിച്ചേരേ. കണ്ടോ, നമ്മൾ മഞ്ഞളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാട്ടോ ചെയ്യാം. അപ്പോൾ അത് ഇനി നല്ല ആറിയിട്ട് വേണം നമുക്കത് കൊണ്ടുപോയി വെയിലത്തിട്ട് ഉണക്കാട്ടോ. നല്ല ചൂടാവുമല്ലോ. അപ്പോൾ നല്ലതാ കുറച്ചൊക്കെ ഒന്ന് ചൂട് വിട്ട ശേഷം കേട്ടോ നമ്മൾ അത് ഊറ്റി കളയാട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന്. ആ വെള്ളം ഊറ്റി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് മഞ്ഞൾ വേവിക്കുമ്പോൾ ഈ ഒരു വെള്ളം തന്നെ എടുക്കാം കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം ഇനി വേറെ വയ്ക്കും. അതിന് ശേഷം എന്താ ചാക്കിലേക്ക് ഇങ്ങനെ കൊട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മഞ്ഞൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം പൊട്ടി വരും കേട്ടോ. മറ്റൊരു മഞ്ഞൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് വേവിക്കാത്ത മതി. നമ്മൾ മഞ്ഞൾ ഉടയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു ചെറുങ്ങനെയുള്ളൊരു പൊട്ടലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ. അത് ഒന്ന് വാങ്ങിയപ്പോൾ പിന്നെ അടുത്ത് നമ്മളങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മഞ്ഞളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കുക കേട്ടോ ചെയ്യണത്. കണ്ടില്ലേ മഞ്ഞൾ? നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ മഞ്ഞളൊക്കെ ഉണ്ടോ? നിങ്ങളിങ്ങനെ വേവിച്ചിട്ടൊക്കെ ഉണക്കിയിട്ട് നമുക്ക് നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കാറുണ്ടോ? അങ്ങനെ നമ്മളത് മഞ്ഞൾ വേവിച്ചിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും കുറഞ്ഞിടാണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ 3 ചെമ്പോളാണ് ഇപ്പോൾ വെച്ചത്. ഇനി നല്ല ഒരാഴ്ചത്തേക്ക് നല്ല ഉണക്കം വേണം കേട്ടോ. അതിന് ശേഷം നല്ല ഉണങ്ങി കിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം കേട്ടോ. നല്ല വാസന കേട്ടോ ഈ മഞ്ഞളിൻ്റെ. ഇനി ഇത് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഉണ്ടാവില്ല കേട്ടോ. ഉണങ്ങി കിട്ടുമ്പോഴേക്കും നല്ല ചുങ്ങുട്ടോ അത്. അതിൻ്റെ മൊരിയൊക്കെ പോവും. ആ പുറമേയുള്ള മൊരിയൊക്കെ ഉണ്ടല്ലോ ആ മഞ്ഞളിൻ്റെ, അതൊക്കെ പോകട്ടെ. നമ്മളിതിൽ ഈ ഒരു ടെറസിൻ്റെ മുകളിൽ നല്ല ഒരയുള്ള ഭാഗമാണ്, അതുകൊണ്ട് നല്ല ഇങ്ങനെ ഉരച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ആ മൊരിയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള മഞ്ഞൾ കിട്ടും കേട്ടോ.
ഇപ്പോൾ നല്ല വെയിലാട്ടോ. ഇനി ഇതൊന്നുമില്ല, നമ്മളിത് ഉണങ്ങിയിട്ട് നേരെ നമ്മൾ കടയിൽ കൊണ്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മളിത് പൊടിക്കുന്നില്ല പ്രാവശ്യം. പൊടിച്ചിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊടിച്ചത് നമ്മൾ കഴിഞ്ഞടുത്ത മഞ്ഞൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മളിത് നേരെ കൊണ്ടുപോയി വിൽക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.